സന്തോഷത്തിൻ്റെ യാത്ര എപ്പോഴും അവസാനിക്കുമ്പോൾ സങ്കടത്തിലേക്ക് പോകുന്നത് ഒട്ടും സഹിക്കാനാവാത്ത കാര്യമാണ്. സന്തോഷത്തോടെ തിരിക്കുന്ന യാത്രകളെല്ലാം സന്തോഷത്തോടെയും വളരെയധികം സ്നേഹത്തോടെയും അവസാനിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടാണ് പലരും യാത്ര തുടങ്ങുന്നത്. എന്നാൽ അങ്ങനെയല്ലാതെ പോകുന്നത് വളരെയധികം വിഷമമുണ്ടാക്കുന്നു എന്നുകൂടി പറയാം. ഇപ്പോഴിതാ അത്തരമൊരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിദേശത്ത് പോകുന്ന ബന്ധുവിനെ വിമാനത്താവളത്തിൽ ഇറക്കിയ ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്ന കാറും ബസ്സും കൂടി കൂട്ടിയിടിച്ച് 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. ദേശീയപാതയിലാണ് ഈ സംഭവം. ദേശീയപാതയിൽ മൊറയൂർ വാലഞ്ചേരിയിൽ ഇന്നലെ രാവിലെ 8:30യോടെയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. മേലാറ്റൂർ വെങ്ങൂർ ഞാവൽപ്പടിയിൽ താമസിക്കുന്ന പാറേക്കോടൻ ഇബ്രാഹിമിൻ്റെയും പിലക്കാടൻ സാജിദയുടെയും മകൾ ബാസില, പാലക്കാട് കൽപ്പാത്തി ശംഖുവരത്തോട് ഹൈദരലിയുടെ ഭാര്യ ജൈനിമേട് സക്കീന, മണ്ണാർക്കാട് മുക്കണ്ണം ചീരത്തടയൻ സിദ്ദിഖിൻ്റെയും സുലേഖയുടെയും മകൻ ഷിയാസ് എന്നിവരാണ് മരിച്ചത്. ബാസിലയുടെ സഹോദരൻ ബാസിത്തിനെ സൗദിയിലേക്ക് യാത്രയാക്കാൻ കരിപ്പൂരിലേക്ക് എത്തി മടങ്ങുമ്പോഴായിരുന്നു അപകടം. ബാസിത്തിൻ്റെ ഭാര്യ അഫ്രീനയുടെ മാതാവ് മരിച്ച സക്കീന, അഫ്രീന, ബാസിത്തിൻ്റെ പിതാവ് മഞ്ചേരി പുല്ലാര സ്വദേശി ഇബ്രാഹിം എന്നിവർ പരിക്കുകളോടെ ചികിത്സയിലാണ്. ബാസിത്തിൻ്റെ സുഹൃത്താണ് മരിച്ച ഷിയാസ്. വാഹനം ഓടിച്ചിരുന്നത് ഷിയാസ് ആണ്. മൊബൈൽ ഫോൺ ടെക്നീഷ്യനായ ഷിയാസിന്റെ വിവാഹം ഏപ്രിൽ 18 നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപകട വിവരമറിഞ്ഞ് യാത്ര ഉപേക്ഷിച്ച് വിമാനത്താവളത്തിൽ നിന്ന് ബാസിത്ത് ആശുപത്രിയിലേക്ക് മടങ്ങി. നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. കൊണ്ടോട്ടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അസൻകുട്ടിയുടെ റുഖിയുടെയും മകളാണ് മരിച്ച സക്കീന. മക്കൾ അഫ്രീദയും മുഹമ്മദ് അസ്ലമും. പ്രിയപ്പെട്ടവൻ്റെ നഷ്ടപ്പെട്ട വേദനയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കഴിയുന്നത്. വിമാനത്താവളത്തിലേക്ക് യാത്രക്കാരന് എത്തിയ പ്രിയപ്പെട്ടവർ അപകടത്തിൽപ്പെട്ട വിവരം അറിയുന്നത് ബാസിത്ത് സൗദിയിലേക്ക് വിമാനം കയറുന്നതിന് തൊട്ട് മുൻപായിരുന്നു. യാത്ര ഉപേക്ഷിച്ച് വിമാനത്താവളത്തിൽ നിന്ന് ആശുപത്രിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ബാസിത്തിന് നഷ്ടമായത് സഹോദരിയെയും ഭാര്യാമാതാവിനെയും സുഹൃത്തിനെയും ഒക്കെയാണ്. മേലാറ്റൂർ വെങ്ങൂർ ഞാവൽപ്പടിയിൽ താമസിക്കുന്ന ഇബ്രാഹിമിൻ്റെയും പിലക്കാടൻ സാജിദയുടെയും മകൻ ബാസിത്ത് ജോലി ചെയ്യുന്നത് സൗദിയിലും മടങ്ങുന്ന ദിവസവുമായിരുന്നു ഇന്നലെ. ഏറ്റവും കൂടുതൽ വേദന എന്ന് പറയുന്നത് അടുത്ത മാസം നടക്കാനിരിക്കുന്ന വിവാഹ ആഘോഷത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ഒരു വ്യക്തിയെ കൂടിയാണ് മരിച്ചിരിക്കുന്നതെന്നാണ്. ഷിയാസ് ഏറെ കാത്തിരുന്ന് നടക്കുന്നൊരു വിവാഹമായിരുന്നു. രാവിലെ സുഹൃത്തിനെ ആക്കാൻ പോകുമെന്ന് പറഞ്ഞിരുന്നു. ഷിയാസ് തന്നെയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. പൊതുവെ ഇവർ എല്ലാവരും ഇത്തരത്തിൽ പോകുമ്പോൾ ഷിയാസ് വണ്ടി ഓടിക്കാറുണ്ട്. ഷിയാസ് തന്നെയാണ് എത്താറുണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും ആ പതിവ് തെറ്റിക്കാതെ ഷിയാസ് എത്തിയത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ വാർത്ത വളരെയധികം സങ്കടം പരത്തുന്നു. ഓരോരുത്തർക്കും വളരെയധികം വേദന പരത്തുന്നു. എല്ലാവർക്കും വേദനയാണ് ഈ വാർത്തയോടെ തന്നെ മനസ്സിലാകുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ ഈ വാർത്ത വായിക്കുമ്പോൾ സങ്കടമാണെന്ന് പ്രതികരിക്കുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.